അമ്മതേ എന്തിനാ വന്നിരിക്കണേ നോക്കിയേ. നമ്മൾക്ക് കുറെ പനിക്കൂർക്കയുണ്ട് ചട്ടി കവറിൽ നിൽക്കണം. അപ്പം അതെല്ലാം ഇങ്ങനെ ലെവലെല്ലാം തെറ്റിക്കിടക്കും. തെറ്റിക്കിടക്കും. അതായത് വേനക്കൊക്കെ ഇങ്ങനെ മുരടിച്ചും അതും ഇതൊക്കെ ആയിട്ട്. കാര്യം നനച്ചാലും മഴ പിടിച്ചാലും അത് പുഷ്ടിപ്പെടുവോളൂ. അപ്പം ഞാൻ ഓർത്ത് ഇതിന്നില്ലേ കുറച്ച് കട്ട് ചെയ്തേച്ച് കുറച്ചൊക്കെ ഉണങ്ങി പോയിട്ടുണ്ട്. അതൊക്കെ നമുക്ക് മാറ്റാട്ടോ. പിന്നെ ഇപ്പം തൽക്കാലം കുറച്ച് നമുക്ക് കട്ട് ചെയ്തേച്ച് വേറൊരു ഗ്രോ ബാഗിലേക്ക് പിടിപ്പിക്കാം. ഇനിയിപ്പോൾ നമുക്ക് മണ്ണിലും കുറച്ച് കുഴിച്ച് വെക്കണം. അത് അപ്പനെയും കൊണ്ട് കുഴി കുത്തിച്ച് വെക്കാം അല്ലേ. ഇതിപ്പോൾ തൽക്കാലം ഒട്ടും പോവില്ല. അത് വിസ്തൃതമായിട്ട് വന്നോളും. ഇത് നമുക്ക് മമ്മി തന്നതാ. അവിടെ മണ്ണിൽ നല്ല ഭംഗിയായിട്ടാണ് നിൽക്കണത്. ഇവിടെ വേര് പിടിപ്പിച്ചൊരു കവറിൽ അപ്പഴേ കൊടുത്തു വിട്ടതാ. നമുക്ക് വേറൊരു ഗ്രോ ബാഗിലേക്ക് കുത്തിപ്പിടിപ്പിക്കാം. നല്ല ഗ്രീൻ ആയിട്ടിരിക്കുന്ന പനിക്കൂർക്കണ്ട ഇതാ കൂടുതൽ. അപ്പൊ ഇത് മണ്ണിൽ വെക്കാന്ന് ഓർത്താ ഞാനത് കട്ട് ചെയ്യാൻ കേട്ടോ. അവിടെ നിപ്പുണ്ട് ഗ്രീൻ. കട്ട് ചെയ്യാതെ മണ്ണിൽ വെപ്പിക്കാം ഒരു ദിവസം. ഇപ്പൊ മഴ പിടിച്ച് കിടക്കുമല്ലോ. നേരം നനയ്ക്കാം അല്ല കളയ്ക്കാൻ പറ്റൂല. വെള്ളം എന്റെ ചീര കണ്ടോ. ചീര പാകിയേക്കുന്നതാണ്. മഴ ആയത് കാരണം ആകെ പ്രശ്നത്തിലാണ്. ഇങ്ങനെ കുത്തിപ്പിടിച്ച് മഴ പെയ്യുമ്പോ കുറച്ച് പ്രോബ്ലം ആണ്. എന്നാലും പിടിക്കാം. പുറത്ത് ഇതേ വെള്ളരി നിൽക്കുന്നുണ്ടോ. ഇതൊക്കെ വെള്ളരി തൈകളാ. കുറച്ച് നട്ടു. ഇനി നമ്മളിത് എവിടെയാ നടാൻ പോകുന്നത്? അപ്പുറത്ത് നോക്ക്. ഇത് എന്നാന്ന് പറ. ഇത് അമ്മയുടെ ഇഞ്ചി കൃഷി. ഇത് അമ്മയുടെ ഇഞ്ചിയാണ് കേട്ടോ. മുളച്ച് വന്നിട്ടുണ്ട്. ഇനി നട്ടിട്ടുണ്ട്. മുളച്ച് തുടങ്ങിയിട്ടുള്ളൂ. ഇനി മുളയ്ക്കും. അതെ, ഇവിടെയാണ് പനിക്കൂർക്ക നടാൻ പോണേ. ഞാൻ പറഞ്ഞില്ല മണ്ണിൽ വെക്കുമ്പോൾ ശാസ്ത്രീയമായിട്ട് വെക്കും. ഇപ്പം മണ്ണിൽ കൊണ്ട് വെച്ചാൽ ശരിയാവൂല. എല്ലാം വെള്ളക്കെട്ടും പറമ്പിലും ഇങ്ങനെയൊക്കെ ആയിട്ട് നിൽക്കുമല്ലേ. വെള്ളമൊക്കെ ആയിട്ടൊക്കെ ശരിയാവില്ല. നമുക്ക് ഇത് കുത്തി വെച്ച് ചുമ്മാ അങ്ങ് കുത്തി വെച്ചാൽ മതി. ഇത് ഈസി ആയിട്ട് പിടിക്കുന്ന സമയം. ഇത്രേ ഉള്ളൂ സംഭവം. പനിക്കൂർക്ക കാണുമ്പോൾ നിസ്സാരമായിട്ട് തോന്നുമെങ്കിലും വളരെ വളരെ നല്ല മെഡിസിനൽ ആയിട്ടുള്ള ഒരു പ്ലാന്റ് ആണ്. പനിയൊക്കെ വരുമ്പോ ഇതിന്റെ നീരിറ്റിച്ച് നാവില് കൊടുക്കാറുണ്ട് പലർക്കും. ചെറിയ കുട്ടികൾക്കൊക്കെ കൊടുക്കാറുണ്ട്. നിനക്ക് ഒരുപാട് വന്നിട്ടുണ്ട് ചെറുപ്പത്തിൽ. ആണോ? ചെറുപ്പത്തില്. ഇത് ശരിക്കും പറഞ്ഞാൽ ഈ പനിക്കൂർക്ക ഇത് മമ്മി തന്ന പനിക്കൂർക്കയുടെയാണ്. അതുകൂടാതെ അപ്പറേ നമുക്ക് നിന്നത് പണ്ട് നീ പിടിപ്പിച്ചത് സ്വാതി തന്ന ഓർക്കണ്ടോ? ഒരു ചൂട് ഇപ്പോഴും അവിടെ നിപ്പുണ്ട് മണ്ണില്. അതെ, ഇത് വീട്ടിൽ നിന്ന് മമ്മി വന്നത്. ഇത്രയുള്ള പരിപാടി. ഇപ്പുറത്ത് നിക്കണുണ്ടോ? ഇതെന്താന്ന് നോക്കിയേ. ഇതാണ് മുള്ളാത്ത തൈകള്. അമ്മയാണ് ഇതിന്റെയൊക്കെ പാകലിന്റെ ആള് കേട്ടോ. പാകലുകാരിയാ ഞാൻ. നടിയിലെ അപ്പയാ കൂടുതലും. അതെ, പാകലാണ് മുള്ളാത്ത തൈകൾ. അതുകൊണ്ട് പാകിയതാ ഞാനത്. ഇത്രേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ സംഭവങ്ങൾ. എല്ലാം നിങ്ങൾക്ക് ഇഷ്ടമായോ? ഇതൊക്കെ ജസ്റ്റ് നമ്മുടെ അത് കിളുത്ത് വരുമ്പോ കാണിക്കാം. അതെ, ഇതൊക്കെ പാകിയേക്കണതാ. എല്ലാത്തിലും മുള പൊട്ടി വരും. വരും. ഇത് ഇഞ്ചില് തന്നെ ഞാനോട്ട് പിള്ളേർ. ഇപ്പുറത്തതേ ഞാൻ നേരത്തെ നട്ട ചീര കേട്ടോ. ഇതിന്ന് കൊറേ തവണ നമ്മള് കറി വെച്ചായിരുന്നു. കൊറേ തവണ നമ്മള് കറി വെച്ചു. ഇനിയും സൈഡിൽ നിന്നൊക്കെ പൊട്ടി വരുന്നുണ്ട് കേട്ടോ. ഇപ്പുറത്ത് മുളക് നട്ടിട്ടുണ്ട്. ഈ മുളക് കണ്ടോ. ഇത് നമ്മൾ വറ്റൽമുളക് കടയിൽ നിന്ന് മേടിക്കുന്ന വറ്റൽമുളകില്ലേ, ആ വറ്റൽമുളക് പാകി മുളപ്പിച്ചിരിക്കുന്നതാണ്. സത്യം പറഞ്ഞാൽ ഇത് മുളയ്ക്കാൻ കുറച്ച് വൈകി. അപ്പം ഞാൻ വിചാരിച്ചു ഇത് മുളയ്ക്കില്ലാന്ന്. പക്ഷെ ഇത് നന്നായിട്ട് മുളച്ചു. ഇടയ്ക്ക് കുറച്ച് പുല്ലൊക്കെ നിൽപ്പുണ്ട്. അതെ, അപ്പോൾ ഇത് കുറേ മുളച്ചിട്ടുണ്ട്. എന്തായാലും ഇനി ഇതൊക്കെ വലുതാകുമ്പോൾ പറിച്ച് നടണം. ഇത് എന്ത് വാഴയുടെ കൊലയാണെന്ന് എനിക്കറിയില്ല. പക്ഷെ കണ്ടപ്പോൾ നല്ലൊരു കാഴ്ചയായിട്ട് തോന്നി. അതുകൊണ്ട് ജസ്റ്റ് ഒന്ന് നിങ്ങളെ കാണിക്കാൻ കൂടി എടുത്തതാണ്. ഇത് കാണുമ്പോൾ ജസ്റ്റ് മൈൻഡിനൊരു നല്ല ഫ്രഷ്നെസ് നമുക്ക് ഫീൽ ചെയ്യില്ലേ, അത് കാരണം എടുത്തതാണ് കേട്ടോ. നല്ല മനോഹരമായിട്ടുള്ള ഐശ്വര്യമുള്ള ഒരു ദൃശ്യമാണിത്. പണ്ടത്തെ ഞങ്ങളിവിടെ ഇതിന് കൊടപ്പൻ എന്ന് പറയും, അതുപോലെ വാഴച്ചുണ്ട എന്നൊക്കെ പറയും. നല്ല ഫൈബർ കണ്ടൻറ്റ് അടങ്ങിയിട്ടുള്ള ഒരു ആഹാരമാണ്. നമ്മൾ ഇതുകൊണ്ട് തോരനും അതുപോലെ തന്നെ മെഴുക്കുവരട്ടിയൊക്കെ ഉണ്ടാക്കാറുണ്ട്. എല്ലാവർക്കും വെൽക്കം ടു മിയാവാക്കി. ഞങ്ങളുടെ കൊച്ചു പഴന്തോട്ടത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇത് ഈ ഇടയ്ക്ക് വന്നിട്ടുള്ള ഒരു കാക്കത്തമ്പുരാട്ടി കേട്ടോ. എവിടെന്നോ വന്ന് ചേക്കേറിയതാ. എപ്പോഴും ഇങ്ങനെ കലപിലാ ശബ്ദം ഉണ്ടായിക്കൊണ്ടിരിക്കും. പക്ഷെ ഇപ്പോൾ ഈ ക്യാമറ കണ്ടാറും മിണ്ടാതിരിക്കണം കേട്ടോ. അവർക്ക് അതൊക്കെ അറിയാം. ഈ പഴന്തോട്ടം ഒന്ന് ജസ്റ്റ് റാൻഡമായിട്ട് കാണിച്ചു തരാം കേട്ടോ. ഇതാണ് നമ്മുടെ മിറാക്കിൾ ഫ്രൂട്ട് പ്ലാന്റ് കേട്ടോ. കഴിഞ്ഞ വർഷത്തെ ലോക്ക്ഡൗൺ സമയത്ത് നട്ടതാണ്. ഇപ്പോൾ നല്ല വളർച്ചയുണ്ട്. കഴിഞ്ഞ വർഷം നട്ടപ്പോൾ ഇത്തിരി കൂടി ചെറുതായിരുന്നു. നന്നായിട്ട് ഇപ്പോൾ വളർന്നു കേട്ടോ. നല്ല രസമായിട്ട് നിൽപ്പുണ്ട്. ഇനി ഒരു 1 year എടുക്കുമെന്ന് തോന്നുന്നു കായ്ക്കാനായിട്ട്. കായ്ച്ച് ചെയ്യുമ്പോഴത്തേനും കാണിച്ചു തരാവേ. ഇത് കണ്ടോ, ഇത് നമ്മുടെ ഗ്രേപ്പിൻ്റെ പ്ലാന്റ് ആണ്. 2 എണ്ണം കഴിഞ്ഞ എനിക്ക് തോന്നുന്നു ഓഗസ്റ്റിലാണെന്ന് തോന്നുന്നു നട്ടത്.
ഓഗസ്റ്റിൽ 2 എണ്ണം നട്ടിട്ടുണ്ടായിരുന്നു. വലിയ വളമൊന്നും ചെയ്തില്ല കേട്ടോ. ശരിക്കും നന്നായിട്ട് വളം ഇടയ്ക്കിടയ്ക്ക് കൊടുക്കണം എന്നാണ് പറയണേ. അടിസ്ഥാന വളമില്ലേ, ചാണകപ്പൊടിയൊക്കെ. പിന്നെ ഒരെണ്ണം നമ്മുടെ ഈ കഴിഞ്ഞ വേനൽക്കാലത്ത് പോയി. ഇപ്പോൾ ഇത് നന്നായിട്ട് വരണുണ്ട് കേട്ടോ. ഇതിലിതേ വള്ളിയൊക്കെ വീശിക്കണ്ട, വള്ളി വീശി ഇനി പന്തലൊക്കെ ഇട്ട് കൊടുക്കണം. തവണ നന്നായിട്ട് ചാണകപ്പൊടിയും എല്ലുപൊടിയും ഒക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. കുറച്ച് വെള്ളരി തൈകളൊക്കെ പറിച്ചു നട്ടു എന്ന് പറഞ്ഞില്ലേ, അതാണ് ഇത്. നന്നായിട്ട് പിടിച്ചിട്ടുണ്ട്. എന്തായാലും ഈ വർഷത്തെ ഓണത്തിന് ഇതിൽ നിന്ന് നമുക്ക് കുറച്ച് കായ്ക്കനികൾ കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇവിടെ കുറേ ഉണ്ട്, കുറേ നട്ടിട്ടുണ്ട്. എല്ലാം തന്നെ നന്നായിട്ട് പിടിച്ചിട്ടുണ്ട്. ഇപ്പുറത്ത് നിൽക്കുന്നത് സാലഡ് വെള്ളരി ആട്ടോ. ഇത് സാലഡ് വെള്ളരി. ഇത് ഞാൻ ചൂടൽ കുത്തിയത്, അത് നോക്കണ്ട. ഇത് സാലഡ് വെള്ളരിയാണ്. അപ്പോൾ ഇതൊക്കെ നന്നായിട്ട് പിടിച്ചിട്ടുണ്ട്, കണ്ടോ. ഇതൊക്കെ സാലഡ് വെള്ളരിയാണ്, നന്നായിട്ട് പിടിച്ചിട്ടുണ്ട്. മഴക്കാലമല്ലേ, അപ്പോൾ പിന്നെ എന്തായാലും പോവില്ലല്ലോ. ഇത് കഴിഞ്ഞ വർഷത്തെ ലോക്ക്ഡൗണിന് നട്ടതാണ്. നെല്ലിപ്പുളി ഇല്ലേ, അരിനെല്ലിക്ക എന്ന് പറയും ചില സ്ഥലങ്ങളിൽ. ഞങ്ങൾ നെല്ലിപ്പുളി എന്നാണ് പറയുന്നത്. നിറച്ചിങ്ങനെ മരത്തോട് ഒട്ടിച്ചേർന്ന് ഇങ്ങനെ കുഞ്ഞു കുഞ്ഞു നെല്ലിക്ക പോലത്തെ പുളി ഇങ്ങനെ ഉണ്ടായി കിടക്കും. അതാണ് സംഭവം. നല്ല വളർച്ചയുണ്ട്. നന്നായിട്ട് വളമൊക്കെ ഇട്ട് ഇടയ്ക്ക് കൊടുക്കാറുണ്ട്. അപ്പോൾ നല്ല വളർച്ചയുണ്ട്, നന്നായിട്ട് നിൽപ്പുണ്ട്. വേറൊരു സംഭവം കാണിച്ചു തരാം. ഇതാണ് ചാമ്പ. ഏത് ചാമ്പയാണെന്നറിയില്ല, എന്തായാലും ഉള്ളിച്ചാമ്പയായിരിക്കും. തന്നെ മുളച്ച് വന്ന് ഞാനിവിടെ ഇങ്ങോട്ട് പറിച്ച് മാറ്റി നട്ടതാണ്. നല്ല രസമായിട്ട് വന്നിട്ടില്ലേ, നല്ലതായിട്ടും പിടിച്ചിട്ടുണ്ട്. ഇതിനും കുറച്ച് വളമൊക്കെ ഇട്ട് കൊടുക്കണം, അപ്പോൾ നന്നായിട്ട് വലുതാവും. ഇത് കണ്ടോ, ഇത് മൾബറിയാണ്. എന്താ മൾബറിയൊക്കെ ഉണ്ടായി വന്നിട്ടുണ്ട്. ഇതിവിടെ കുറേ നട്ടിട്ടുണ്ട് കേട്ടോ, കുറേ ഉണ്ട് ഇവിടെ. ഇവിടെ ഉണ്ട്. ഇത് നീളൻ മൾബറി, ഇത് കുഞ്ഞി മൾബറി. ഇതും കഴിഞ്ഞ വർഷത്തെ ലോക്ക്ഡൗണിൽ നട്ട ചെമ്പരത്തി വരിക്കപ്ലാവാണ് കേട്ടോ. പിങ്ക് കളറിലാണ് ഇതിൻ്റെ ചക്കച്ചൊള എന്നാണ് പറയുന്നത്. ഞാനിതുവരെ കണ്ടിട്ടില്ല. അപ്പോൾ ഈ പടങ്ങളിലൊക്കെ കണ്ടപ്പോൾ നമ്മൾ പോയി വാങ്ങി നട്ടതാണ്. എന്തായാലും നല്ല ഗ്രോത്ത് ഉണ്ട്. നട്ടപ്പോൾ ജസ്റ്റ് ഒരു കോല് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, ഒരു കോലും കുറച്ച് ലീഫ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പോൾ നന്നായിട്ട് വളർന്നു വരുന്നുണ്ട്. ഇത് നമ്മുടെ സ്മോൾ റംബൂട്ടാൻ തൈയാണ്. നട്ടപ്പോൾ കുഞ്ഞായിരുന്നു. ഇതും കഴിഞ്ഞ വർഷം നട്ടതാട്ടോ, ലോക്ക്ഡൗൺ സമയത്ത് നട്ടപ്പോൾ കുഞ്ഞായിരുന്നു. ഇപ്പോൾ ഇതാ തളിരൊക്കെ വന്ന് വലുതായി വരുന്നുണ്ട്. ഇത് ബഡൊന്നും അല്ല, അതുകൊണ്ട് കുറച്ച് ടൈം എടുക്കും കായ്ക്കാനായിട്ട്. 6-7 വർഷമൊക്കെ എടുക്കുമായിരിക്കും. പക്ഷേ നമുക്കതൊരു മരമായിട്ട് അവിടെ നിന്നോളും. എല്ലാ വർഷവും നിറയെ കായ്കനികൾ തരട്ടെ. അപ്പോൾ ഇതൊക്കെയാണ് കേട്ടോ നമ്മുടെ ഇന്നത്തെ ഇവിടുത്തെ വിശേഷങ്ങൾ, കൊച്ചു കൊച്ചു വിശേഷങ്ങൾ. ഇത് നമ്മുടെ മിയാവാക്കിയിലെ വിശേഷങ്ങളാണ്. അപ്പോൾ ഇനി കൂടുതൽ വിശേഷങ്ങൾ മറ്റൊരു വീഡിയോയിൽ കാണിക്കാം. അതുവരേക്കും ടേക്ക് കെയർ, ബൈ ബൈ, സീ യു.